ഹലോ ഗൈസ്, നമ്മൾ ഗവിയിലേക്ക് പോവുകയാണ്. ഗവിയുടെ മുൻപാദമാണ്, അതായത് കയറാൻ പോകുന്നതിൻ്റെ മുന്നേ കാണുന്ന പാദമാണ് മുൻപാദം. ഇതാണ് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച. ഒരു സ്റ്റീം എഞ്ചിൻ്റെ ബാക്കി പത്രമാണെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് നമുക്കറിയില്ല. പോലീസ് പറയുന്നത് സ്റ്റീം എഞ്ചിൻ്റെ ചിലം കാണുന്നു. കെട്ടിപ്പിടിച്ച് നോക്കുന്നുണ്ട്, എത്തുന്നില്ല. പിന്നെ ഈ കാണുന്നത് പ്രവടിക്കുന്ന മെഷീനൊന്നുമല്ല, സ്റ്റീം എഞ്ചിൻ്റെ ഏതോ പാദമാണെന്നൊക്കെ പറയുന്നു. പറഞ്ഞുകൂടാ. അതിൻ്റെ അകത്ത് ഫ്യൂസ് ബോക്സ് ആണെന്ന് തോന്നും. അറിയത്തില്ല. എന്തിനുവാട്ടെ, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആരും ചോദിക്കാം. ചോദിച്ചിട്ട് അറിയാൻ പറ്റില്ലെങ്കിൽ ആരിലുണ്ടേ പറഞ്ഞു തരിക. ആ കാണുന്നതാണ് സ്റ്റീം എഞ്ചിൻ്റെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗമാണെന്ന് തോന്നുന്നു. ഇത് നടുഭാഗം. പിന്നെ ഒരു വാരിഭാഗം ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. ആ കിടക്കുന്ന ധാരണുണ്ടോ, അതാണ് ഞങ്ങളുള്ള ദിക്കാർ. പിന്നെ ഈ മറ്റിൽ തൂങ്ങി കിടക്കുന്ന കുടങ്ങിനെപ്പറ്റി തൂങ്ങിക്കുന്ന ആൾ പോലീസാണ്. ഉടനെ അനുസരിച്ച് ടിക്കറ്റ് തരും. പിന്നെ ഞങ്ങളുടെ പ്രോ ഡ്രൈവറായ ഭവങ്ങളാണ് പ്രോ ഡ്രൈവർ. ഭവങ്ങളുടെ വണ്ടിയാണ്. അതിൻ്റെ അഹങ്കാരത്തോടുകൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 2-4 പേരുണ്ട്. അവർ പാട്ട് പാടാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ പാട്ടെല്ലാം ചീറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് സ്പിൽവേ ആണ്. താഴെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന താഴത്തേക്ക് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പിന്നീട് മുന്നോട്ട് പോകുന്ന വഴിക്ക് കാടാണ്. കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട്. കൊടുങ്കാട്ടിക്കൂട്ടായി ഇങ്ങനെ ഏകാന്തതയുടെ അപാരതയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ അങ്ങ് തിരിയുന്നില്ല. വീണ്ടും അത് സ്പിൽ വേയുടെ ബാക്കി പത്രം പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഈ കാടാണ്, ഫുള്ള് കാടാണ്. ഒന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് വായിച്ചു നോക്കാം. അതാണെങ്കിൽ തറവരിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഒന്നും വായിക്കാൻ മേലെ 220 കിലോവാട്ടാണെന്ന് തോന്നുന്നു. പിന്നെ കാറ്റെ കൂടെ പോയപ്പോഴത്തെ ഗവി ഉണ്ട്. ഗവി ഇതാണ് ഗവി മക്കളെ. ഗവി ഇത് സീതത്തോടും ഗവി. വീണ്ടും ഡ്രൈവർക്ക് വഴുതിരിക്കുകയാണ്. ഡ്രൈവർ എന്തൊക്കെ പറയുന്നുണ്ട്. പോടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി പറയാൻ പറ്റില്ല. സെൻസറാണ് കത്തി. അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ ഏതോ ഒരു വളം വീണ്ടും എത്തിയിരിക്കുകയാണ്. അതാണെന്ന് സുമതി വളവെന്ന് തോന്നുന്നു. വളവ് കയറി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീടുള്ളത് കുറച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോങ് ആയി പോകും. പിന്നീട് നമുക്കൊരു ഫോട്ടോ സെക്ഷനിലേക്ക് പോകാം. ഈ പൂടായിരിക്കുന്നല്ല, ഫോട്ടോ എടുത്തായിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് മുമ്പിൽ കഴിയുമ്പോൾ പോസാണ്. പോലീസിൻ്റെ പോസ്, ആദത്തിൻ്റെ പോസ്, അറ്റൻഡായി കിടന്നൊരു പോസ്. കുറച്ച് കഴിയുമ്പം എന്നിട്ട് നിൽക്കുമ്പോൾ അരുവിന്നുള്ള പ്രത്യേകിച്ച് വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അരുവി കാണാം. ഇതാണ് അരുവി. ഫോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കാറാണ്. അങ്ങനെ എത്തിയപ്പോൾ ഐലൻഡ് എത്തി. ഐലൻഡിനടുത്ത് ഒരു ദ്വീപുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. ആ കാണുന്ന കുഞ്ഞു ദ്വീപാണെന്ന് തോന്നുന്നു. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയ വഴിക്ക് ഒരു ഡാം കണ്ടു. ഡാമിൻ്റെ അവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പൊറിച്ച് പിടിക്കും. ഇനി മുതലാണ് ഗൈസ്